ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബോട്ടിലുണ്ട് കണ്ടോ. ഞാനപ്പോൾ ഇത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ എനിക്ക് ബോട്ടിലായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ഇരിക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് നല്ല ക്ലീൻ ചെയ്തെന്ന് കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ സ്റ്റിക്കറുകൾ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കളഞ്ഞ് കഷ്ടപ്പെട്ടതിന് അതിന് നല്ല റിസൾട്ട് കിട്ടുന്നല്ലേ. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേൽ ഞാനൊരു ആർട്ട് ചെയ്യാൻ പോകുന്നത്. അത് നോർമലി ഫാബ്രിക്കൊക്കെ വെച്ചിട്ടുള്ള ആർട്ട്. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബോട്ടിലൊന്ന് വൈറ്റ് അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് വൈറ്റ് അടിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ പുറത്തടിക്കുന്ന പെയിൻ്റൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വട്ടം ഞാൻ കോട്ടിങ് കൊടുത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു വട്ടം കൂടി കൊടുക്കണം. ഞാൻ അങ്ങനെ 2-3 വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലല്ല പെയിൻ്റ് ഒന്ന് എടുത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ആ സമയമായപ്പോഴേക്കും അവൻ ഉറക്കത്തിൽ നെഞ്ചു. ഞാൻ പൊട്ടറ്റോ ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തിന്നാൻ വേണ്ടിയിട്ട്. ഉണങ്ങുന്ന സമയത്ത് അതിരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഞാനത് അവൻ്റെ മുന്നിലേക്ക് കാണിച്ചിട്ടാകുമ്പോൾ അവനത് പിടിക്കാൻ നോക്കുന്നുണ്ട്. കണ്ടോ, അവൻ അങ്ങനെ പടച്ചത് പിടിക്കാൻ നോക്കണതാണ് കാണുന്നത്. ഇപ്പം എല്ലാം പിടിക്കും. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തിനുള്ളത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത്രയും ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ. പിന്നെ അവനൊക്കെ എണീച്ച്, പിന്നെ അറിയാലോ ഒരു കുട്ടിയുള്ള ഉമ്മയായതുകൊണ്ട് ഒരു ദിവസം തന്നെ എല്ലാം ചെയ്ത് തീർക്കണമെന്നില്ല. പിന്നെ അവൻ സന്ധ്യയായപ്പോൾ ഉറങ്ങി. ബട്ട് എനിക്ക് മൂടുണ്ടെങ്കിൽ നമുക്ക് മൂടുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലെന്ത് ഡിസൈൻ കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കണമല്ലോ. കാരണം പെയിൻറ്റ് എടുത്ത് കാണാൻ വേണ്ടി വൈറ്റ് കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്തപ്പോൾ ഞാനിപ്പോൾ എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചു, എന്ത് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. ഈ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പൈനാപ്പിൾ ചെയ്താലോ എന്ന് തോന്നി. പിന്നെ ഒട്ടു വാട്ടർമെലൺ ചെയ്യാം. അപ്പോൾ ഇതുമ്പോൾ വാട്ടർമെലനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. ഇടയിൽ കാണിച്ചെങ്കിൽ മേ ബി അപ്പോൾ ഒത്തിരി ചെയ്ത് തീർത്തില്ലെങ്കിലോ. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ അടിയിൽ ബോർഡർ കൊടുത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ചുകൂടി കൊടുത്തെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതിനുശേഷം ഞാൻ ഫുള്ള് റെഡ് കൊടുക്കാൻ പോവാട്ടോ ഗൈസ്. അങ്ങനെ ഫുള്ള് റെഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്മട്ടീൻ്റെ സീഡ്സിൻ്റെ ഷേപ്പില്ലേ, ഒരു മഴത്തുള്ളി പോലെ, അതിപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അന്നാണ് എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മൂക്കും വായൊക്കെ ഇട്ട് അനക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കാണണ്ടേ, എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നല്ലതാണോ നല്ലതല്ലേ? അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കായിരുന്നു. കമൻറ്റ് ചെയ്യട്ടെ, നല്ലതാണോ നല്ലതല്ലേ? ഓക്കെ, ബൈ.